കാരണം ത്വരീഖത്തിനെ പൂർണാർത്ഥത്തിൽ പ്രാപിക്കുന്നവനും പ്രചരിപ്പിക്കുന്നവനും മുറബ്ബി ആകണമെന്നതാണ് തത്വം. ഷെയ്ഖു ത്വരീഖത്ത് എന്നത് ഷെയ്ഖു തർബിയത്തിന്റെ മറ്റൊരു നാമമായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയതിൽ നിന്നും ഇക്കാര്യം വ്യക്തമാകുന്നതാണ്. അപ്പോൾ മലയാളത്തിൽ ആത്മീയ ശിക്ഷണം എന്ന് പറയുന്നു CM വലിയുള്ളാഹിയിൽ നിന്ന് സ്വീകരിച്ചത്. മജ്ദൂബാണ്, മസ്താനാണ് എന്ന് പൊന്മള ഉസ്താദ് പ്രസംഗിച്ചാൽ മജ്ദൂബുകളോട് സ്വീകരിക്കേണ്ട നയം, പ്രത്യേകിച്ച് പിന്തുടരപ്പെടുന്ന ഉലമാക്കൾ എങ്ങനെയായിരിക്കണം മജ്ദൂബിനോടുള്ള ബന്ധം കാണിക്കേണ്ടത് എന്ന് ഫതാവൽ ഹദീസിയയിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ നയം സ്വീകരിക്കണം. കോഴിക്കോട് ലക്ഷങ്ങൾ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് ഖുതുബുൽ ഔലിയാ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദി CM വലിയുള്ളാഹിയെ കുറിച്ച് AP ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. CM വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു ഖുതുബുൽ ആലം എന്നാണ് അവരുടെ വ്യക്തിത്വത്തെ കുറിച്ച് അവർ പറഞ്ഞത്. അത് അവരുടെ മൗലവി കിതാബിലുണ്ട്. അപ്പൊ അവര് ഖുതുബുൽ ആലം എന്ന് അവരെ കുറിച്ച് പറയുക, ഖുതുബുൽ ഔലിയാഇ എന്ന് ലക്ഷങ്ങളുടെ സമ്മേളനത്തിൽ കാന്തപുരം പറയുക, കാന്തപുരത്തിന്റെ ജീവിത ചരിത്ര പുസ്തകത്തിൽ CM വലിയുള്ളാഹിയിൽ നിന്ന് ആത്മീയ ശിക്ഷണം നേടിയിട്ടുണ്ട് എന്ന് പറയുക. തരീഖത്തുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മുറബ്ബിയായ ഷെയ്ഖ് എന്ന് മനസ്സിലാക്കണം എന്ന് കാന്തപുരം എഴുതുക. ഈ അവസ്ഥയിൽ പിന്നെ ഒഴിഞ്ഞു മാറാൻ എന്താണ് മാർഗമുള്ളത്? ഇനി CM വലിയുള്ളാഹിക്ക് മുരീദന്മാരില്ല, തരീഖത്ത് സ്വീകരിച്ചിട്ടില്ല, മുരീദന്മാരുണ്ട് എന്ന് ഞങ്ങൾ ആരും പറയാറില്ല എന്നൊന്നും പറയരുത്. കാരണം AP സംഘടനയ്ക്ക് പിന്തുണ കൊടുക്കുന്ന വലിയ ഒരു പ്രമുഖ നേതാവ് CM വലിയുള്ളാഹിയുടെ മുരീദാണ് എന്ന് പ്രസംഗിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയും മർക്കസിൽ വിറ്റുകൊണ്ടിരിക്കുന്നതല്ലോ വടശ്ശേരിയുടെ പ്രസംഗം. അന്ന് സാഹിബിന്റെ വീട്ടിൽ വിശ്രമിക്കുന്ന മഹാനായ CM ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കാന്തപുരത്തെ വിളിച്ചു, MA ഉസ്താദിനെ വിളിച്ചു, താജുൽ ഉലമയെ വിളിച്ചു, നേതാക്കന്മാരെ ഒന്നിച്ച് വിളിച്ചു. നിങ്ങൾ നോക്കൂ, CM ഇബ്രാഹിം, അയാൾ ബാംഗ്ലൂരുകാരനാണ്. CM ഇബ്രാഹിം CM വലിയുള്ളാഹിന്റെ മുരീദാണ്. CM ഇബ്രാഹിം CM വലിയുള്ളാഹിന്റെ മുരീദാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരത്തിൽ പറഞ്ഞു. ഇതോടുകൂടെ CM ഇബ്രാഹിം വിറച്ചുപോയി. അദ്ദേഹം കരുണാകരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആ സമ്മേളനത്തിന് പോകും, എന്റെ ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നു. CM വലിയുള്ളാഹി ആരുടെയും ഷെയ്ഖല്ല, മജ്ദൂബാണ് എന്നൊന്നും ഇനി വെറുതെ പ്രസംഗിക്കാൻ നടക്കണ്ട. CM ഷെയ്ഖാണ് എന്ന്, എന്റെ ഷെയ്ഖാണ് എന്ന് CM ഇബ്രാഹിം തന്നെ പറയുന്നത് കാന്തപുരത്തിന്റെ മുമ്പിൽ ജനലക്ഷങ്ങളോടാണ്. കേൾക്കുക. അന്ന് എറണാകുളത്ത് സമ്മേളനം നടക്കുമ്പോൾ ഞാൻ ഈ വിഭാഗത്തിലല്ല, ഞാൻ ഉണ്ടായിരുന്ന EK ഉസ്താദിന്റെ കൂടെയായിരുന്നു. കോഴിക്കോട് കുട്ടിത്തര എന്റെ ഷേഖ് മടവൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരെ കാണാൻ പോകുന്ന ഒരു പതിവുണ്ട്. CM വലിയുള്ളാഹിയുടെ ആത്മീയ ശിക്ഷണവും ആർക്ക് APക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് AP ഉസ്താദ് എതിർത്ത് പറയും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം AP ഉസ്താദ് എല്ലാ അർത്ഥത്തിലും CM വലിയുള്ളാഹിയുടെ ആത്മീയ ശിക്ഷണം നേടിയിട്ടുള്ള ആളാണ്. പക്ഷേ പാളിപ്പോകരുത്. വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങളുമാണ് കാന്തപുരത്തിന് ശക്തി പകർന്നത്. സർവ്വ വിഷയങ്ങൾക്കും CMന്റെയും വടകരയുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ AP തേടിയിരുന്നു. AP ഉസ്താദ് ബന്ധപ്പെടുകയും തർബിയത്തുണ്ട് എന്ന് പറയുകയും സ്വീകരിക്കുകയും ചെയ്ത മശായിഖന്മാരുടെ അവരുമായി നടത്തിയ കൂടിക്കാഴ്ച, അവരെ പറ്റി പറഞ്ഞതും മറ്റുള്ളവരോട് പറഞ്ഞതും ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായി നമ്മൾ ഇറക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് CM വലിയുള്ളാഹിയിൽ നിന്ന് കിട്ടിയ ശിക്ഷണവും ഗൈബിയായ സഹായങ്ങളും, എന്തിനധികം അവിടുന്ന് നൽകിയ എല്ലാവിധ പരിരക്ഷണങ്ങളും തന്റെ പ്രസംഗത്തിൽ പല അനുഭവങ്ങളും എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി പ്രസംഗിച്ചിട്ടുണ്ട്. CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച കറാമത്തുകൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഫോട്ടോ വെച്ചിറക്കിയ വലിയ CD നാടുനീളെ കേൾക്കുന്നുണ്ട്. ശിക്ഷണങ്ങൾ പലതും ലഭിച്ചതും ഉറക്കത്തിലും യഖ്ളത്തിലും വ്യത്യസ്തങ്ങളായ കാഴ്ചകളും യഖ്ളയിൽ തന്നെയുള്ള വ്യത്യസ്തങ്ങളായ ബന്ധപ്പെടലുകളും ഗൈബിയായി തനിക്കുണ്ടായി എന്ന് കാന്തപുരം പറയുന്നുണ്ട്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന മഖാമിലാണ്
CM വലിയുള്ളാഹി അവർകളുള്ളത്. കാന്തപുരത്തിന്റെ കടങ്ങൾ, കാന്തപുരത്തിന് പോലും അറിയാത്ത അതിസൂക്ഷ്മമായ കണക്ക്, സംഖ്യയുടെ കൃത്യം കണക്ക് CM വലിയുള്ളാഹി പറഞ്ഞു കൊടുത്തതും ഇങ്ങനെ പല അനുഭവങ്ങളും ശിക്ഷണമായി തനിക്ക് ലഭിച്ചതായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ പ്രസംഗത്തിലൂടെ വളരെ വിശദമായി പറയുന്നുണ്ട്. ഒരു ദിവസം കിടക്കുമ്പോൾ ഉറക്കിൽ കാണുന്നു എന്റെ പിന്നാലെ ഒരാൾ പിന്തുടരുന്നതായി. അങ്ങനെ എന്റെ ചുമലിൽ കൈവക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ തട്ടിക്കളഞ്ഞു. അങ്ങനെ പിന്നെ എന്റെ പിന്നാലെ തന്നെ തുടർന്നു. ഒരു ടേണിങ്ങിൽ എത്തിയപ്പോൾ വലിയൊരു കുഴി ഉണ്ട്. ആ കുഴിയിലേക്ക് എന്നെ പിടിച്ചു വലിക്കുന്നു. ഞാൻ പോകുന്നില്ല. ശക്തിയായ വലി വലിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ചാടി കുഴിയുടെ അപ്പുറത്തേക്ക് എത്തി. പിന്നെ എന്നെ ഈ കുഴിയിലേക്ക് തന്നെ പിടിച്ചു വലിക്കുന്നു. ഞാനും ഈ മനുഷ്യരുമായി സമരമാണ്. ആ സമയത്തതാ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവർകൾ വരുന്നു. വന്നപ്പോഴേക്ക് ഈ മനുഷ്യൻ ഓടിപ്പോയി. അങ്ങനെ വന്ന ഉടനെ തന്നെ എൻ്റെ വായിൽ കൈയിട്ട് എന്തോ ഒരു സാധനം എടുത്തു കളയുകയും ലാ തഖഫ്, നീ ഭയപ്പെടണ്ട എന്ന് പറയുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരം വെളുത്തപ്പോൾ എനിക്ക് പനിയില്ല. അങ്ങനെ പനി മാറിയതിൻ്റെ ശേഷം താമരശ്ശേരി മുട്ടായി ഹാജി എന്ന് പറയുന്ന ഒരാളുണ്ട്, അങ്ങനെയാണ് അയാളെ വിളിക്കൽ. അയാളെ വീട്ടിൽ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ ചെന്നു. അപ്പോ എന്നോട് പറഞ്ഞു, അമാ ഖുൽതു ലക ലാ തഖഫ് ഫഅഖൂലു ലക അൽആന വലാ തഹ്സൻ. നിന്നോട് ഭയപ്പെടല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നു വലാ തഹ്സൻ, ദുഃഖിക്കുകയും വേണ്ട എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടുകേൾവിയൊന്നുമല്ല, വിനീതനായ എനിക്കുള്ള അനുഭവം ആണ്. അങ്ങനെ നിരവധി അനുഭവങ്ങൾ, 1, 2, 10 ഒന്നുമല്ല. ഒരിക്കൽ പലപ്പോഴും CM വലിയുള്ളാഹിനോട് പറയുമ്പോൾ അതങ്ങ് പിടിക്കോളൂ, ഇപ്പോ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് പറയും. ഒരു ദിവസം എന്നോട് പറയുന്നു, നിങ്ങൾക്ക് ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്ര പൈസ കടമുണ്ട്. അണയാണെന്ന് ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്രയാണെന്ന് ഇപ്പൊ എനിക്ക് തന്നെ ഓർമ്മയില്ല. 4000 ഉറുപ്പികയും അതിൻ്റെ എന്തോ അണയും പൈസയും നിങ്ങൾക്ക് കടമുണ്ട്, കൂട്ടി നോക്ക്, അത് ഇന്ന ദിവസം കൊണ്ട് വീടിപ്പോകുന്നു. സഹോദരന്മാര്, ഞാൻ പോയി ഇരുന്ന് വളരെയധികം ആലോചിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പറഞ്ഞ കണക്ക് തന്നെ, ഒരു പൈ പോലും വ്യത്യാസമില്ല. അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവരുടെ പേരിലുള്ള ഒരു സ്ഥാപനമാണ്. ത്വരീഖത്തുമായും CM വലിയുള്ളാഹിയുമായും ഖുതുബുസ്സമാനുമായൊക്കെ ബന്ധപ്പെട്ട ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ വിലയിരുത്തുന്നവർക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. CM വലിയുള്ളാഹി മജ്ദൂബാണെങ്കിൽ, മസ്താനാണെങ്കിൽ, പൊന്മള ഉസ്താദും ചെറിയ APയും പറയുന്നത് അങ്ങനെയാണല്ലോ. എന്നാൽ AP ഉസ്താദിനെ പോലുള്ള മഹാന്മാർ ഈ സമീപനം സ്വീകരിക്കാൻ പറ്റുമോ? ഒരു മജ്ദൂബിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? അതവർ പരിപാലിച്ചിട്ടുണ്ടോ? ഖുതുബുൽ ആലം, ഖുതുബുൽ ഔലിയ എന്ന് പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ. ഇത് രണ്ടും വൈരുദ്ധ്യമാകില്ലേ? ഇവിടെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, AP ഉസ്താദും കുറെ മഹാന്മാരും ഈ വിഷയത്തിൽ ഒരു തട്ടിലും, പൊന്മള പേരോട് ചെറിയ AP വിഭാഗം മറ്റൊരു തട്ടിലുമാണ്. ഇതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ പോക്കുകളൊക്കെ ഉള്ളത്. AP ഉസ്താദ് പക്ഷേ പലപ്പോഴും ഇവരുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് ഇവരുടെ രീതിയിൽ എഴുതാനും പേര് വെക്കാനും പറയാനും നിർബന്ധിതനാകുന്നു. സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം ഖൈറിന്റെ അഹ്ലുകാർക്ക് മോചനമുണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാകണം. ഇതാണ് നമ്മുടെയൊക്കെ പ്രത്യാശയും പ്രാർത്ഥനയും. ഉദാഹരണത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. ഹൈദരാബാദിലെ നൂറുൽ മശായിഖ് മഹാത്മാവായ നൂരിഷാ തങ്ങളെക്കുറിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയാൻ തയ്യാറുണ്ടോ? കള്ള ഷെയ്ഖാണ്, അദ്ദേഹത്തിൻ്റെത് കള്ള ത്വരീഖത്താണ്
പരസ്യമായി പ്രസംഗിച്ച് പ്രചരിപ്പിക്കാൻ കാന്തപുരത്തിന് തയ്യാറുണ്ടോ? അറിയാൻ താല്പര്യമുണ്ടായിരുന്നു.